ഹായ് ഓൾ. നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബജറ്ററി കൺട്രോളായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ബജറ്ററി കൺട്രോൾ വരെയാണ് നമ്മൾ നോക്കിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 235 എസെൻഷ്യൽസ് ഓഫ് സക്സസ്ഫുൾ ബജറ്ററി കൺട്രോൾ. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റെപ്സ് ഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ബജറ്ററി കൺട്രോൾ. ഒരു സക്സസ്ഫുൾ ആയിട്ട് ഒരു ബജറ്ററി കൺട്രോളിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയാണ് എസെൻഷ്യൽ ആയിട്ടുള്ളതെന്നും അതുപോലെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷനിൽ ഒരു ബജറ്ററി കൺട്രോൾ അല്ലെങ്കിൽ ബജറ്ററി സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള സ്റ്റെപ്സുമാണ് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് എസെൻഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എസെൻഷ്യൽ എന്ന് വെച്ചാൽ ഏറ്റവും ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, ബജറ്റ് വഴി നമ്മൾ കൺട്രോൾ ചെയ്തു പോകുന്ന കോസ്റ്റിനെയും അതുപോലെ തന്നെ മറ്റ് ബിസിനസ് ആക്ടിവിറ്റീനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതിനാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബജറ്ററി കൺട്രോൾ സക്സസ്ഫുള്ളായിട്ട് പോകണമെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. എ ബജറ്ററി കൺട്രോൾ ഷുഡ് ഹാവ് ഫുൾ സപ്പോർട്ട് ഓഫ് ടോപ്പ് മാനേജ്മെൻറ്റ്. ദർ ഷുഡ് ബി എ സൗണ്ട് പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അപ്പം ഒരു ബജറ്ററി കൺട്രോളിന് പ്രോപ്പറായിട്ടത് ഒരു ഓർഗനൈസേഷനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഒരു സൗണ്ട് പ്ലാൻ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നല്ലൊരു പ്ലാൻ ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സും റെസ്പോൺസിബിലിറ്റീസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഓരോരുത്തർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റീസ് എന്താണ്, അതുപോലെ തന്നെ അവരുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യം വെൽ ഡിഫൈൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ എസെൻഷ്യൽ എന്ന് പറയുന്നത് എ വെൽ ഡിഫൈൻഡ് പോളിസി. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് വേണം. അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് വെൽ ഡിഫൈൻഡ് പോളിസി. ദർ ഷുഡ് ബി എ വെൽ പ്ലാൻഡ് ഓർഗനൈസേഷണൽ സെറ്റപ്പ് വിത്ത് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി ക്ലിയർലി ഡിമാർക്കേറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ളൊരു പോളിസി വേണം. ആർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആർക്കൊക്കെ അതോറിറ്റി ഉണ്ട്, ഇത് കറക്റ്റായിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ള ആരൊക്കെ, അതോറിറ്റി ഇവർക്ക് ഓർഡർ കൊടുക്കാനുള്ള അതോറിറ്റി ആർക്കൊക്കെ, അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെ, ഇങ്ങനെ ഏറ്റവും കാര്യങ്ങൾ വെച്ചിട്ടുള്ളൊരു വെൽ ഡിഫൈൻഡ് പോളിസി ആ ഓർഗനൈസേഷനിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബജറ്ററി കൺട്രോൾ സക്സസ്ഫുള്ളായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. ദെൻ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എഫക്റ്റീവ് ആയിരിക്കണം. An effective communication system is required for a successful budgetary control. The flow of information regarding budget should be quick so that these are properly implemented. അപ്പോൾ ഒരു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വേണം എന്ന് പറഞ്ഞാൽ എല്ലാവരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ഇൻഫർമേഷൻ ഫ്ലോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ബജറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ മാനേജ്മെൻറ്റിലും, ടോപ്പ് മാനേജ്മെൻ്റ് ആവട്ടെ, മിഡിൽ മാനേജ്മെൻ്റ് ആവട്ടെ, അല്ലെങ്കിൽ ടോപ്പ് ലെവലാവട്ടെ, മിഡിൽ ലെവലാവട്ടെ, അതുപോലെ ലോവർ ലെവലാവട്ടെ, എല്ലാ ലെവലിലും ആ ഓർഗനൈസേഷനിൽ എല്ലായിടത്തും എത്തിച്ചേരണമെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ടെങ്കിലാണ് പറ്റത്തുള്ളൂ. അപ്പോൾ ബജറ്റിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ കോസ്റ്റ് കൺട്രോളിനെ സംബന്ധിച്ച കാര്യങ്ങളും എല്ലാ എംപ്ലോയീസിലും എത്തണമെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം. ഇനി ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് കൺട്രോൾ. ബജറ്റ്സ് ഹാവ് നോ മീനിങ് അൺലെസ് ദേ ലീഡ് ടു കൺട്രോൾ ആക്ഷൻ ആസ് എ കോൺസിക്വൻസ് ഓഫ് ഫീഡ്ബാക്ക് പ്രൊവൈഡഡ്. പറഞ്ഞിരിക്കുന്നത് പ്രോപ്പറായിട്ടൊരു കൺട്രോൾ സിസ്റ്റം കൂടി വേണം. അതായത് നമുക്ക് എപ്പോഴൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ അപ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ പോലെ, ഒരു കൺട്രോൾ ആക്ഷൻ എടുക്കാൻ പോലുള്ളൊരു അതോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ബജറ്റ് അവിടെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എഫക്റ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ഈ ബജറ്ററി കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു എസെൻഷ്യലാണ്. ദെൻ ഫിഫ്ത്ത് പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സിബിലിറ്റി. Budgetary program should be designed to accommodate unforeseen circumstances as well as possible changes in future. Flexibility will make the budget more appropriate and realistic. അടുത്ത നെക്സ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മളൊരു ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബജറ്റിന് ഫ്ലെക്സിബിൾ നേച്ചറുള്ളതായിരിക്കണം. എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ അതനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് അല്ലെങ്കിൽ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ബജറ്റ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ബജറ്ററി കൺട്രോൾ പ്രോപ്പറായിട്ട് നടത്താൻ പറ്റത്തുള്ളൂ. ദെൻ 6 ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പ് മാനേജ്മെൻറ്റ് സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് എംപ്ലോയീസ്. ബജറ്റിംഗ് റിക്വയർസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഓൾ എംപ്ലോയീസ് ഇൻ ദ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്നൊരു സപ്പോർട്ടും പാർട്ടിസിപ്പേഷനും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ബജറ്റിംഗ് നടത്താൻ പറ്റത്തുള്ളൂ. ദെൻ 7 പറഞ്ഞിരിക്കുന്നത് മോട്ടിവേഷൻ.
Successful implementation of budget depends upon the interest shown by the employees in the organization. A proper system of motivation should be introduced for making it a success. അപ്പോൾ മോട്ടിവേറ്റഡ് ആയിരിക്കണം, അതായത് എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഈ എംപ്ലോയീസിൻ്റെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ, അവരെ പ്രോപ്പറായിട്ട് മോട്ടിവേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഒരു ബജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ എംപ്ലോയീസിൻ്റെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഘടകമാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എസെൻഷ്യൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ബജറ്ററി കൺട്രോൾ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ എസെൻഷ്യലായിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന 7 പോയിൻ്റ് എന്ന് പറഞ്ഞത്. ഇനി അടുത്ത് നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, അതുപോലെ തന്നെ ലിമിറ്റേഷൻസ് ഉണ്ട്. ബജറ്റ് കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ടൊരു 12 പോയിൻറ്റോളം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 10 പോയിൻറ്റ് അല്ലെങ്കിൽ ഒരു 8 പോയിൻ്റ് എങ്കിലും നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, തിയറി പഠിക്കുന്നവരെ സംബന്ധിച്ച്. ഫസ്റ്റത്തെ അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡിഫൈൻ ക്ലിയർലി ദി ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ഓഫ് ദി ബിസിനസ്. ഒബ്ജക്റ്റീവും പോളിസീസും, ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, പോളിസീസ് എന്തൊക്കെയാണെന്ന് ബജറ്റിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കും. സെക്കൻഡ് വൺ, ഇറ്റ് ഗൈഡ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഫോർമുലേഷൻ ഓഫ് പോളിസീസ്. പോളിസീസ് ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്ലാനിങ് നടത്തുമ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഗൈഡായിട്ട് ബജറ്റ് പ്രവർത്തിക്കുന്നു. അതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. മാനേജ്മെൻറ്റ് പോളിസി ഫോം ചെയ്യുന്നതിലും പ്ലാൻ ചെയ്യുന്നതിലും ഒരു ഗൈഡായിട്ട് ബജറ്റ് പ്രവർത്തിക്കുന്നു. തേർഡ് വൺ, ഇറ്റ് ക്രിയേറ്റ്സ് എ ഫോർവേഡ് ലുക്കിംഗ് ആറ്റിറ്റ്യൂഡ് എമംഗ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ഇടയ്ക്ക് ഒരു ഫോർവേഡ് ലുക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ബജറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്യൂച്ചറിൽ അറ്റൈൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനായിട്ട് ഒരു കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് കോർഡിനേഷൻ അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ബേസിക് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസീസ് ഓഫ് ദി കൺസേൺ. അപ്പം എംപ്ലോയീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലെവലിലുള്ള എംപ്ലോയീസിനും അതുപോലെ വ്യക്തികൾക്കും എക്സിക്യൂട്ടീവ്സിനും ഒരു കോർഡിനേഷൻ ഉറപ്പുവരുത്താൻ ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു ഓർഗനൈസേഷൻ മൊത്തത്തിൽ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ലെവലിലുള്ള മാനേജ്മെൻറ്റും എംപ്ലോയീസും തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവുന്നു. ദെൻ ഫിഫ്ത്ത് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡെലഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ഡെലഗേറ്റ് ചെയ്യാനും അതുപോലെ റെസ്പോൺസിബിലിറ്റി ഡെലഗേറ്റ് ചെയ്യാനും ബജറ്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആർക്കൊക്കെ ആയിരിക്കണം അതോറിറ്റി, ആർക്കൊക്കെ ആയിരിക്കണം റെസ്പോൺസിബിലിറ്റി, ആരൊക്കെ എത്രമാത്രം അതോറിറ്റി ഉണ്ട്, ആർക്കൊക്കെ എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഡെലഗേറ്റ് ചെയ്ത് കൊടുക്കാൻ ബജറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. 6 ഇറ്റ് എൻഷുർ അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ ടൈം ആൻഡ് അവോയ്ഡ് ഷോർട്ടേജ്. അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ റിസോഴ്സസ് അവൈലബിൾ ആകാനും അതുപോലെ തന്നെ ഷോർട്ടേജ് ഉണ്ടാവാതെ കറക്റ്റ് ടൈമിൽ റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാൻ ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഇപ്പം നമ്മൾ ഒരു ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹാഫ് ഇയറിലേക്കാണെങ്കിൽ ഓരോ മന്തിലും എത്രത്തോളം പ്രൊഡക്ഷൻ നടത്തണം അല്ലെങ്കിൽ എത്രത്തോളം സെയിൽസ് നടത്തണം, ഇങ്ങനെ ഒരു ബജറ്റ് എസ്റ്റിമേറ്റ് എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് എത്രത്തോളം റോ മെറ്റീരിയലിന് ആവശ്യമെന്നൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം ഒരു ഷോർട്ടേജ് ഉണ്ടാവാതെ റോ മെറ്റീരിയലിൻ്റെ ഈസി ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈസി അവൈലബിലിറ്റി വേണ്ടിയിട്ട് ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 7th വൺ, ഇറ്റ് ഇനേബിൾ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ. അപ്പം പ്രോഡക്റ്റിൻ്റെ കാര്യത്തിലും പ്രോസസ്സിൻ്റെ കാര്യത്തിലും അതുപോലെ ഓപ്പറേഷൻ്റെ കാര്യത്തിലും ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരാനായിട്ട് ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് പ്രോഡക്റ്റ്, പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ. ദെൻ 8th വൺ, ഇറ്റ് ക്രിയേറ്റ്സ് കോസ്റ്റ് കോൺഷ്യസ്നെസ് എമംഗ് എക്സിക്യൂട്ടീവ്സ് ദെർബൈ ലീഡിങ് ടു ആൻ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്. അപ്പം കോസ്റ്റ് കൺട്രോൾ എന്നുള്ളതാണ് ബജറ്റിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്നിരിക്കെ അങ്ങനെ വരുമ്പം അതിന് എക്സിക്യൂട്ടീവ് അല്ലെ മാനേജ്മെൻറ്റിന് ഒരു കോസ്റ്റ് കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറയ്ക്കണം, ഒരുപാട് കോസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നതോടുകൂടി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി ഒരു എഫിഷ്യൻ്റായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാനും സഹായിക്കുന്നു. ദെൻ 9th വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഇൻട്രൊഡ്യൂസിങ് റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് വരുന്നുണ്ട് പഠിക്കാനായിട്ട്. ഈ ചാപ്റ്റർ തന്നെ ഒരു ചെറിയ ഒരു ഷോർട്ട് നോട്ട് വരുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ബജറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ 10th വൺ, ഇറ്റ് ഇൻക്രീസസ് ദ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച് അതിൻ്റെ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നു.
11th one, it facilitates the introduction of standard costing system and variance analysis. അപ്പോൾ നമ്മളിങ്ങനെ ബജറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ അനാലിസിസ് നടത്തണം. നമ്മുടെ ആക്ച്വലുമായിട്ട് ഈ ബജറ്റിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നുള്ളൊരു അനാലിസിസ് നടത്തേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനാലിസിസ് നടത്താനായിട്ടൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ വേരിയസ് അനാലിസിസും നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒരു അനാലിസിസ് സിസ്റ്റം പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ ബജറ്ററി കൺട്രോൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് മാനേജ്മെൻറ്റ് ബൈ എക്സിക്യൂഷൻ ഈസ് മെയ്ഡ് പോസിബിൾ സിൻസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് ബജറ്റഡ് പെർഫോമൻസ് വിൽ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ ആണ്. മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ ഈസ് മെയ്ഡ് പോസിബിൾ സിൻസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ ആൻഡ് ബജറ്റഡ് പെർഫോമൻസ് വിൽ ഷോ അപ്പ് ദ വീക്ക് സ്പോട്ട്. അപ്പോൾ ഇവിടെ മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ നിങ്ങൾ പ്രിൻസിപ്പിൾ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സംഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം മാനേജ്മെൻറ്റ് തീരുമാനങ്ങൾ എടുത്താൽ മതി. എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ലോവർ ലെവൽ അല്ലെങ്കിൽ മിഡിൽ ലെവൽ ഉള്ള എംപ്ലോയീസ് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹെഡുകൾ മാത്രം തീരുമാനം എടുക്കുന്നു. മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വലിയ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഈ ബജറ്റ് എങ്ങനെയാണ് എക്സംഷന് ഹെൽപ്പ് ചെയ്യുന്നത്? കമ്പാരിസൺ നടത്തുന്നുണ്ട്. അപ്പോൾ ആക്ച്വലും ബജറ്റഡ് പെർഫോമൻസ് നമ്മൾ കമ്പാരിസൺ നടത്തുമ്പോൾ എന്തെങ്കിലും വീക്ക് സ്പോട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വേരിയേഷൻസ് വന്നാൽ അവിടെ മാത്രം മാനേജ്മെൻറ്റ് ഇടപെട്ടാൽ മതി. എപ്പോഴും ബജറ്റ് കൺട്രോൾ ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യുന്നതിലൊന്നും എപ്പോഴും മാനേജ്മെൻറ്റ് ഇടപെടേണ്ടതില്ല. എന്തെങ്കിലും ഒരു വീക്കായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫോൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം മാനേജ്മെൻറ്റ് ഇടപെട്ടാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബജറ്ററി കൺട്രോളിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ദ ഇൻസ്റ്റാളേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ബജറ്ററി കൺട്രോൾ സിസ്റ്റം ഈസ് കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടെന്ന് വെച്ചാൽ കൂടുതൽ എംപ്ലോയീസിനൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേനും അത് കോസ്റ്റ്ലിയാണ്. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ സോ ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ ടു അച്ചീവ് ദ ബജറ്റ് ടാർഗറ്റ്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു അറിവുണ്ടാകത്തില്ല. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ ബിസിനസ് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബജറ്റ് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് എല്ലാ പ്രാവശ്യമൊന്നും അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാ തവണയൊന്നും അച്ചീവ് ചെയ്യാൻ സാധിച്ചെന്ന് വരത്തില്ല. തേർഡ് വൺ, ഇറ്റ് ടെൻസ് ടു ബ്രിങ് അബൌട്ട് റിജിഡിറ്റി ഇൻ കൺട്രോൾ. അപ്പോൾ ഒരു റിജിഡ് നേച്ചറിലോട്ട് കൺട്രോൾ വരും എന്ന് പറഞ്ഞാൽ ആ ഒരു ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നൊരു അങ്ങനെ ഒരു തീരുമാനം മാനേജ്മെൻറ്റ് എടുക്കുമ്പോൾ അപ്പോൾ ടോട്ടൽ ഓർഗനൈസേഷനിൽ ഒരു റിജിഡിറ്റി കൊണ്ടുവരുന്നു. അതൊരു ലിമിറ്റേഷനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് ഓൺലി എ ടൂൾ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലുള്ളൊരു ടൂൾ മാത്രമാണ് ബജറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇതുകൂടാതെ മാനേജ്മെൻറ്റിന് പലതരം ടൂൾസ് അല്ലെങ്കിൽ പല രീതിയിൽ കോസ്റ്റ് കൺട്രോളിങ്ങിന് ടൂൾസ് ഉണ്ട്. അതിലൊരു ടൂൾ മാത്രമാണ് ബജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ലാസ്റ്റ് പറഞ്ഞത് ദ സക്സസ് ഓഫ് ദി ബജറ്ററി കൺട്രോൾ ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോപ്പറേഷൻ ആൻഡ് ടീം വർക്ക് ഓഫ് ഓൾ കൺസേൺ. ഇഫ് ദർ ഈസ് നോ കോപ്പറേഷൻ ദ ഹോൾ സിസ്റ്റം കൊളാപ്സസ്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സിസ്റ്റം സക്സസ്ഫുൾ ആണെങ്കിൽ എല്ലാ എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ എല്ലാ മാനേജേഴ്സിൻ്റെ എല്ലാ എക്സിക്യൂട്ടീവിൻ്റെ ഒരു കോഓപ്പറേഷൻ വേണം, അല്ലെങ്കിൽ കോർഡിനേഷൻ വേണം. ഇതിലാരെങ്കിലും ഒരാൾക്ക് കോർഡിനേഷൻ ഇല്ല അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഹോൾ സിസ്റ്റം മൊത്തം കൊളാപ്സായി പോകുന്നു. അപ്പോൾ അതൊരു ലിമിറ്റേഷൻ വന്നിരിക്കുന്നത്. എല്ലാവരുടെയും കൂട്ടുത്തരവാദിത്തം അല്ലെങ്കിൽ എല്ലാവരുടെയും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്റ്റെപ്സ് ഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ബജറ്ററി കൺട്രോൾ. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് ബജറ്ററി കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? 7 സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓർഗനൈസേഷൻ ചാർട്ടുണ്ട്, അതുപോലെ ബജറ്റ് കമ്മിറ്റി ഉണ്ട്, ബജറ്റ് ഓഫീസേഴ്സ് ഉണ്ട്, ബജറ്റ് സെൻറ്റർ ഉണ്ട്, അതിൻ്റെ ഒപ്പം ബജറ്റ് പീരിയഡ്, ബജറ്റ് മാനുവൽ, ബജറ്റ് കീ ഫാക്ടർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. For the successful implementation of a budgetary control system, the following system are to be ensured. അപ്പോൾ താഴെ പറഞ്ഞിരിക്കുന്ന സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫസ്റ്റത്തെ ഓർഗനൈസേഷൻ ചാർട്ട്. There must be an organizational chart to show the authority and responsibility of each executive of the firm. This will enable him to know his relationship with other executive. An organization chart for budgetary control is as follows. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ബജറ്ററി കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ പ്രോപ്പറായിട്ടൊരു ഓർഗനൈസേഷൻ ചാർട്ട് വേണം. ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തികൾക്കും അതോറിറ്റി എത്രത്തോളം, റെസ്പോൺസിബിലിറ്റി എത്രത്തോളം, ആരോട് റെസ്പോൺസിബിൾ ആകുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതോറിറ്റി ആരുടെ മേലൊക്കെയാണ് അതോറിറ്റി ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഓർഗനൈസേഷൻ ചാർട്ടിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോമാറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഹെഡിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരുന്നു, പിന്നെ ബജറ്റ് ഓഫീസർ വരുന്നു, ബജറ്റ് കമ്മിറ്റി വരുന്നു, അതിന് ശേഷമാണ്
പല പ്രൊഡക്ഷൻ മാനേജർ, പല ഡിപ്പാർട്ട്മെൻറ്റ് മാനേജേഴ്സ്, പ്രൊഡക്ഷൻ മാനേജറുണ്ട്, സെയിൽസ് മാനേജറുണ്ട്, പർച്ചേസ് മാനേജറുണ്ട്, ഫിനാൻസ് മാനേജറുണ്ട്, പേഴ്സണൽ മാനേജറുണ്ട്. പിന്നെ അതിൻ്റെയും താഴെയായിട്ട് സെയിൽസ് ബജറ്റ്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ബജറ്റ്, മെറ്റീരിയൽ ബജറ്റ്, ഓരോന്നിൻ്റെയും മാനേജേഴ്സിൻ്റെ കീഴിലാണ് ഓരോ ബജറ്റും വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു ഓർഗനൈസേഷൻ ചാർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ബജറ്റ് കൺട്രോൾ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ രണ്ടാമത് വന്നിരിക്കുന്നത് ബജറ്റ് കമ്മിറ്റി. A group of persons entrusted with the task of preparation and implementation of budget of an organization is called budget committee. അപ്പോൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും ചുമതലപ്പെട്ട ഒരു ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ആസ് മെമ്പർ ആൻഡ് യൂഷ്വലി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് ചെയർമാൻ. അപ്പോൾ ചെയർമാനായിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഹെഡുകൾ അതിൻ്റെ മെമ്പേഴ്സുമായിട്ട് വരുന്നതാണ് ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ബജറ്റ് കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? ടു പ്രൊവൈഡ് ഡേറ്റ റിക്വയർഡ് ഫോർ മേക്കിംഗ് എസ്റ്റിമേറ്റ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പം എസ്റ്റിമേറ്റ് അല്ല, ബജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിനുള്ള എല്ലാ ഡേറ്റയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ടു ഇഷ്യൂ ഇൻസ്ട്രക്ഷൻ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ബജറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ബജറ്റ് ഉണ്ടെങ്കിൽ ആ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ടു റിസീവ് ബജറ്റ് എസ്റ്റിമേറ്റ്സ് ഫ്രം ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ കൺസിഡറേഷൻ ആൻഡ് റിവ്യൂ. അപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ബജറ്റ് എസ്റ്റിമേഷൻസ് റിസീവ് ചെയ്യുന്നു, അത് റിവ്യൂ ചെയ്യുന്നു. ടു ഇവാലുവേറ്റ് ആൻഡ് റിവ്യൂ ദ എസ്റ്റിമേറ്റ് ബിഫോർ പ്രിപ്പയറിംഗ് ദ ഫൈനൽ ബജറ്റ്. അപ്പോൾ ഫൈനൽ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയേക്കുന്ന ബജറ്റ് എസ്റ്റിമേറ്റ്സ് കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നു. മാസ്റ്റർ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതുപോലെ മറ്റ് ബജറ്റ് വർക്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. ദെൻ ടു അനലൈസ് വേരിയൻസ് ആൻഡ് റെക്കമെൻഡ് കറക്റ്റീവ് ആക്ഷൻ. ബജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് എന്തെങ്കിലും അനാലിസിസ് നടത്തുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ആ വേരിയേഷൻസിന് അനാലിസിസ് നടത്തി കറക്റ്റീവ് ആക്ഷൻ എടുക്കുന്നതും ഈ ബജറ്റ് കമ്മിറ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ബജറ്റ് കമ്മിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡും അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ചെയർമാനുമായിട്ടൊരു കമ്മിറ്റിയാണ് ബജറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അവരുടെ ഫങ്ഷൻസാണ് നമ്മളിപ്പം ഒരു 7 പോയിൻ്റായിട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബജറ്റ് ഓഫീസർ. A budget officer is the officer appointed by the chief executive of the organization who is empowered to scrutinize the budget prepared by different functional heads and make changes in them if the situation so demands. അപ്പം ബജറ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് ബജറ്റ് കമ്മിറ്റിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരാളാണ് ബജറ്റ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചുമതല എന്ന് പറയുന്നത് ബജറ്റ്, അതായത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രിപ്പയർ ചെയ്ത് അവരുടെ ഹെഡ് വഴി തന്നിരിക്കുന്ന ബജറ്റുകളുണ്ടായിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന പല ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ബജറ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചുകൾ വേണമെങ്കിൽ ചേഞ്ച് വരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബജറ്റ് ഓഫീസർ എന്നൊരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ ബജറ്റ് ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബജറ്റ് ഞാൻ പറഞ്ഞു, ഓർഗനൈസേഷൻ ചാർട്ട് വേണം, ബജറ്റ് കമ്മിറ്റി വേണം, അതിൻ്റെ ഒപ്പം തന്നെ ബജറ്റ് ഓഫീസർ വേണം. ദെൻ ഫോർത്ത് പറഞ്ഞിരിക്കുന്നത് ബജറ്റ് സെൻറ്റർ. ബജറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെൻറ്റർ, എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ സെക്ഷൻ ഓഫ് ദി ഓർഗനൈസേഷൻ ഡിഫൈൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബജറ്ററി കൺട്രോൾ. അപ്പോൾ ബജറ്ററി കൺട്രോളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു സെക്ഷനെയോ ആണ് ബജറ്റ് സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്ററി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും ഈ പറയുന്ന ബജറ്റ് സെൻറ്ററിലായിരിക്കും ചെയ്യുന്നത്. സെപ്പറേറ്റ് ബജറ്റ് മേ ബി പ്രിപ്പയർഡ് ഫോർ ഈച്ച് ബജറ്റ് സെൻറ്റർ. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ചിലപ്പം ഓരോ ബജറ്റ് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഓരോ ബജറ്റ് സെൻറ്ററിലും സെപ്പറേറ്റ് ബജറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് ബജറ്റ് പീരിയഡ്. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബജറ്റ് പീരിയഡ് എന്ന് പറയുന്നതാണ്. എ ബജറ്റ് പീരിയഡ് ഈസ് ദ ലെങ്ത് ഓഫ് ടൈം ഫോർ വിച്ച് എ ബജറ്റ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് എംപ്ലോയിഡ്. അപ്പോൾ എത്ര നാളത്തേന് വേണ്ടിയിട്ടാണ് നമ്മൾ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു കാലാവധിയാണ് ബജറ്റ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പം നോർമലി ഒരു അക്കൗണ്ടിങ് പീരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ആയിരിക്കാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആയിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും ഷോർട്ട് ടൈം ആയിട്ടോ ലോങ് ടൈം ആയിട്ടോ നമുക്കത് വേരി ചെയ്യാം. Industries with huge capital expenditure require long-term budgeting, whereas seasonal industries may adopt a short period budget. അപ്പോൾ വലിയ വലിയ ഇൻഡസ്ട്രീനൊക്കെ സംബന്ധിച്ചാണെങ്കിൽ അവരൊരു അക്കൗണ്ടിങ് ഇയർ ആയിരിക്കും ചിലപ്പം ഒരു ലോങ് ടൈം ബജറ്റ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷേ ചെറിയ സീസണൽ ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ ഓരോ സീസണിൽ മാത്രം അവർക്ക് ഡിമാൻഡ് വരുന്ന ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ സീസണിലെ ഷോർട്ട് പീരീഡിലോട്ട് മാത്രമുള്ള ബജറ്റുകൾ പ്രിപ്പയർ ചെയ്യാം. അപ്പം ഷോർട്ട് ടൈമോ അല്ലെങ്കിൽ ലോങ് ടൈമോ ആയിരിക്കാം ബജറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ 6 പറഞ്ഞത് ബജറ്ററി മാനുവൽ.
ICMA England defines budget manual as a document which sets out the responsibilities of the person engaged in the routine of and the forms and record required for budgetary control. അപ്പോൾ ബജറ്റ് മാനുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്യുമെൻ്റാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ റെക്കോർഡ്സുകളെ സംബന്ധിച്ചും അതുപോലെ അതിനുള്ള പേഴ്സൺസിൻ്റെ റെസ്പോൺസിബിലിറ്റിനെ സംബന്ധിച്ചും കാണിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റിനെയാണ് ബജറ്റ് മാനുവൽ എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബജറ്റ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഫോംസും റെക്കോർഡ്സും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള പേഴ്സൺസിൻ്റെ റെസ്പോൺസിബിലിറ്റീസും സൂചിപ്പിക്കുന്നൊരു ഡോക്യുമെൻ്റാണ് ബജറ്റ് മാനുവൽ. ഇനി ബജറ്റ് മാനുവൽ ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ബജറ്റ് പോളിസീസ്. ഇറ്റ് ഈസ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് സ്റ്റേറ്റിംഗ് ദ പ്രൊസീജിയർ ഫോർ ദ പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് വേരിയസ് ബജറ്റ്. അപ്പം ഒരു റിട്ടൺ ഡോക്യുമെൻ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിപ്പറേഷനും എക്സിക്യൂഷനും എല്ലാം സംബന്ധിച്ചുള്ള എല്ലാ പ്രൊസീജിയറും ബജറ്റ് മാനുവലിൽ കാണിച്ചിരിക്കും. ഇനി താഴെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു ബജറ്റ് മാനുവലിൽ കാണിച്ചിരിക്കുന്ന ഐറ്റംസ്. ഫസ്റ്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബജറ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. അപ്പം ബജറ്റ് സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനും അതുപോലെ എന്താണ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കും. പ്രൊസീജിയർ ആൻഡ് ഫോംസ് ടു ബി യൂസ്ഡ് ഫോർ ബജറ്റ് പ്രിപ്പറേഷൻ. അപ്പം ബജറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയേഴ്സും ഫോംസും ഈ പറഞ്ഞിരിക്കുന്ന ബജറ്റ് മാനുവലിൽ പറഞ്ഞിരിക്കും. പിന്നെ ഉള്ളത് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജേഴ്സ്, ബജറ്റ് കമ്മിറ്റി ആൻഡ് ബജറ്റ് ഓഫീസർ. ബജറ്റ് ഓഫീസറിൻ്റെയും ബജറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കറക്റ്റായിട്ട് ബജറ്റ് മാനുവലിൽ പറഞ്ഞിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ബജറ്റ്. ബജറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണെന്നും അതുപോലെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാന്നുള്ള കാര്യങ്ങൾ ബജറ്റ് മാനുവലിലുണ്ടായിരിക്കും. പിന്നെ ഉള്ളത് മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്, എങ്ങനെയാണ് ബജറ്റ് അക്കൗണ്ട് ചെയ്യുന്നതെന്നുള്ള കാര്യം, ഫോളോ ഓഫ് പ്രൊസീജിയർ, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്തു പോകുന്നത് എങ്ങനെയാണെന്നുള്ള പ്രൊസീജിയർ. ഇങ്ങനെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുന്നോട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും എങ്ങനെയായിരിക്കണമെന്ന് ബജറ്റ് മാനുവലിൽ പറഞ്ഞിരിക്കും. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് ബജറ്റ് കീ ഫാക്ടർ. കീ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫാക്ടർ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹൂസ് ഇൻഫ്ലുവൻസ് മസ്റ്റ് ഫസ്റ്റ് ബി അസസ്ഡ് ഇൻ ഓർഡർ ടു എൻഷുർ ദാറ്റ് ദ ഫങ്ഷണൽ ബജറ്റ് ആർ റീസണബിളി കേപ്പബിൾ ഓഫ് ഫുൾഫിൽമെൻറ്റ്. കീ ഫാക്ടർ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫാക്ടർ അല്ലെങ്കിൽ എന്താ പ്രിൻസിപ്പൽ ബജറ്റ് ഫാക്ടർ എന്നൊക്കെയാണ് ഈ ഒരു ബജറ്റ് കീ ഫാക്ടറിന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫാക്ടർ ഹൂസ് ഇൻഫ്ലുവൻസ് അഫക്റ്റ് ഓൾ അതർ ബജറ്റ്. അപ്പം എല്ലാ ബജറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കോമൺ ആയിട്ടൊരു ഫാക്ടർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഫാക്ടർ എന്താണോ അതിനെയാണ് ബജറ്റ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. ദെർഫോർ ബജറ്റ് എസ്റ്റിമേറ്റ് ഓഫ് കീ ഫാക്ടർ ഈസ് പ്രിപ്പയർഡ് ബിഫോർ അതർ ബജറ്റ് ആർ ഫ്രെയിംഡ്. അപ്പം മറ്റ് ബജറ്റുകളെല്ലാം മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള എല്ലാ ബജറ്റുകളും പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കീ ഫാക്ടർ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അപ്പോൾ കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ റോ മെറ്റീരിയലായിരിക്കാം, ഇല്ലെങ്കിൽ ലേബർ ആയിരിക്കാം, അല്ലെങ്കിൽ ലിമിറ്റഡ് പ്ലാന്റ് കപ്പാസിറ്റി ആയിരിക്കാം, ലിമിറ്റഡ് സെയിൽസ് ആയിരിക്കാം, ഗവൺമെൻറ്റിൻ്റെ പോളിസീസ് ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ബജറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് ഫാക്ടറാണോ അതിനെയാണ് ബജറ്റ് കീ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ബജറ്റിൻ്റെ കീ ഫാക്ടർ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ബജറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക, ഒരു ബജറ്റ് കമ്മിറ്റീനെ ഉണ്ടാക്കുക, അതിലൊരു ബജറ്റ് ഓഫീസറിനെ നിയോഗിക്കുക, അതുപോലെ ബജറ്റ് സെൻറ്റർ സെറ്റപ്പ് ചെയ്യുക, ബജറ്റ് പീരീഡ് എത്രത്തോളം എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ബജറ്റ് മാനുവൽ ഉണ്ടാക്കുക, അതുപോലെ ബജറ്റ് കീ ഫാക്ടർ എന്താണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരുന്നോണം എന്തൊക്കെ സ്റ്റെപ്സ് വഴിയാണ് ഒരു പ്രോപ്പർ ബജറ്ററി കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നുള്ളൂ. നമുക്ക് അടുത്തായിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് ബജറ്റ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് തന്ന പോർഷനാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നെല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.